TPM ഹാഷിർ അലി കാലിക്കറ്റ് ഉപദേശക സമിതി അംഗമാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ഹാഷിർ അലി, ഇപ്പോഴത്തെ ഈ തീരുമാനം കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനയാത്രാ നിരക്ക് കുറയും എന്ന ആ ഒരു വാർത്ത അത് എത്രത്തോളം ആശ്വാസകരമാണ്, സ്വാഗതാർഹമാണ്? വളരെ ആശ്വാസകരമാണ്. നേരെ പകുതിയായിരിക്കുകയാണ്. ഇപ്പം 40,000 റുപ്യ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ അത് 20,000 വരികയാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നാണ്. എന്തായാലും കോഴിക്കോട് അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടും. ആളുകൾ വർദ്ധിച്ചാൽ നിരക്ക് കുറയ്ക്കേണ്ടി വരും. അപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ പോലെ അത് സ്വീകരിക്കാൻ പറ്റും. അതിൽ ഏറ്റവും ആകാശ എയറിന് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. അതിൽ പുതിയ എയർലൈൻസ് ആണ് കോഴിക്കോട്. അത് ഡൊമസ്റ്റിക്കിൽ ഇപ്പൊ വരാനും പോകുന്നുണ്ട് ഷെയർ. അതുകൊണ്ട് തികച്ചും എന്തുകൊണ്ടും സ്വാഗതമാണ്. നല്ല പ്രതീക്ഷയുണ്ട്. ഒരു പക്ഷേ കണ്ണൂരിനൊക്കെ മറ്റേതിനെക്കാട്ടിയും ആളുകൾ കൂടിയാൽ ഇവിടെ കുറയും ചെയ്യും. അത്രയധികം യാത്രക്കാർ മോർ ദാൻ 50% കോഴിക്കോട് നിന്നാണ്. പിന്നെ ആവശ്യമില്ലാതാണ് 100 കിലോമീറ്റർ അപ്പുറം മറ്റൊരു എയർപോർട്ടിൽ നിരക്ക് കൂടിയത് കൊണ്ട് കഴിഞ്ഞ വർഷമൊക്കെ യാത്രക്കാരുടെ എണ്ണം വലിയ കുറവായിരുന്നല്ലേ കരിപ്പൂരിൽ നിന്ന്? എന്നിട്ടും യാത്രക്കാർ ഇവിടുന്ന് പോയി. അവര് കോഴിക്കോട് നിരക്ക് കൂടിയിട്ട് ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. 40,000 രൂപ ഡിഫറൻസ് ആയിട്ട് 9,000 ജില്ലാ ആൾക്കാർ പോയി എന്ന് പറയുമ്പോൾ ഭയങ്കരമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ഇത് കണ്ണൂരിൽ മേലെ മറ്റേ കൊച്ചിയിലെക്കാട്ടും കൂടുതൽ വീണ്ടും പഴയ നിലയിലേക്ക് വരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇപ്പോഴും കൊച്ചിയും കണ്ണൂരൊക്കെ നോക്കുമ്പോൾ ഒരു 18,000-20,000 ഒരു ഡിഫറൻസ് ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയുന്നത്. അതെ അതെ. പക്ഷെ എണ്ണം കൂടിയാൽ കുറയ്ക്കാന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ.